ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഓണാശംസകൾ. അങ്ങനെ നമ്മൾ ഓണത്തിന്റെ പരിപാടി കുക്കിങ്ങിലോട്ട് കിടക്കുവാണ്. ശൈലിയമ്മച്ചിയുടെ വിഭവസമൃദ്ധമായ സദ്യയാണ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് സഹായിക്കാനായിട്ട് നമ്മുടെ വിപിൽ ബ്രോ ആൻഡ് നമ്മുടെ മീരയുണ്ട് ഇവിടെ. എല്ലാവരും ഫുള്ള് തിരക്കിലാണ്. അതുപോലെ തന്നെ അമ്മൂസ് ഉണ്ട്. അമ്മ ഇവിടെ പൂ പറിക്കാൻ വരികയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര കുക്കിംഗ് ആയിരുന്നു. എല്ലാവരും ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ പുറത്തോട്ടിറങ്ങാം. പുറത്ത് നമ്മൾ അത്ത ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അമ്മൂസ് അത്ത ഇടാനുള്ള പൂക്കളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തോട്ടത്തിലും ഇവിടെയൊക്കെയുള്ള ചെടികളിലേക്ക് പൂക്കളൊക്കെ പറിച്ചിട്ടാണ് നമ്മൾ അത്ത ഇടാൻ പോകുന്നത്. നമ്മൾ ഉള്ളത് കൊണ്ട് ഇവിടെ അങ്ങനെ പൂക്കളൊന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ സെറ്റാക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ അത്ത ഇടാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ ചങ്കയിൽ ഇവിടെ പൂവൊക്കെ പറിച്ച് അത്ത ഇടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് അതെ അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ നമുക്ക് അടുക്കളയിലോട്ട് പോകും. അടുക്കളയിലെ വിശേഷങ്ങൾ. അടുക്കളയിൽ ശൈലി അമ്മച്ചിയുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വാവ്, അടിപൊളി സാമ്പാറുണ്ട്. അതുപോലെ മോര് കാച്ചിയതുണ്ട്. പിന്നെ കാളനാണ്. പിന്നെ നമുക്ക് അവിയൽ പ്രോസസ്സിങ് ആണ്, അടുപ്പിലാണ്. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ചോറ് അടുപ്പിലാണ്. മാങ്ങക്കറി, വാവ്, ശൈലിയമ്മച്ചിയുടെ സൂപ്പർ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിനി റെഡിയാക്കാനുള്ളത് കുറച്ച് തൊടുകറികളാണ്. അതിനുള്ളത് തോരനുള്ള ക്യാരറ്റ് ആൻഡ് ക്യാബേജ് തോരനാണ്. പിന്നെ അടുത്തത് നമുക്ക് എന്താണ് ബീട്രൂട്ട് പച്ചടി. പിന്നെ എന്നിട്ട് നമുക്കുള്ള മത്തങ്ങ എരിശ്ശേരി. അപ്പോൾ അത്ര സംഭവങ്ങൾ ഇവിടെ പ്രോസസ്സിങ് ആണ്. അപ്പോൾ അവരതിൻ്റെ പരിപാടി എടുക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത പൂക്കൾ റെഡിയാക്കുന്ന ആൾക്കാർ എടുത്തിട്ട് പോകാം. ഇവിടെ അതിഗംഭീരമായിട്ടുള്ള അത്ത ഇടാനുള്ള പരിപാടിയാണ്. ഒരുപാട് പൂക്കളുണ്ട്. ബാക്കി നമുക്ക് അപ്പുറത്തെ പറമ്പിലൊക്കെ പോയി പറിക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ നാട്ടിൻപുറത്തെ ഓണത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിക്ക് വീടിൻ്റെ ബാക്കിലൊരു കാടും ഒരു പാർക്കും കൂടെ ഉണ്ട്. നമ്മൾ അവിടെ വന്നിരിക്കുകയാണ്. അവിടെ കാട്ടിലുള്ള കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വിപിൽ ബ്രോ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്ത ഇടാനുള്ള പൂ നമ്മൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബെറി ഇനത്തിൽപ്പെട്ട ബ്ലാക്ക് ബെറി കൂടെ ഇവിടെ നിൽപ്പുണ്ട്. ഇത് ബ്ലാക്ക് ബെറി ആണോ ബ്ലൂ ബെറി ആണോ എനിക്കറിയത്തില്ല കേട്ടോ. ഏതോ ഒരു ബെറിയാണ്, തിന്നാൻ കൊള്ളാമെന്ന് എനിക്കറിയാം. അപ്പോൾ അത് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മച്ചാനോടെ അപ്പോൾ പൂ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്ത ഇടാനുള്ള പൂ നമ്മൾ ഈ കാട്ടിൽ നിന്ന് പറിക്കണം. നാട്ടിലൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പോയി പറിച്ചില്ലേ, ആ ഒരു ഓർമ്മയാണിപ്പം. എന്നാലും നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് ഒരു മഞ്ഞ കളറിലൊക്കെ പൂവൊക്കെ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണാനില്ല. പിന്നെ കണ്ടോ നല്ല കൊലകൊലാന്നുള്ള ഒരു റെഡ് സാധനം കിടക്കുന്നത് കണ്ടോ. അത് നമ്മൾ പറയാം. അതിൻ്റെ വല്ല ഐഡിയ ഉണ്ടോ? അങ്ങനെ എന്തോ ഒരു ഏതാ നമ്മളങ്ങനെ പൂ പറിക്കാൻ വന്ന് ഇവിടുത്തെ ഒരു വലിയ കാട്ടിലോട്ട് കയറിയിരിക്കുവാണ്. ഇവിടെ ഇത് ആപ്പിളിൻ്റെ മരം ഉണ്ടെന്നോണേ. ഇത് കണ്ടോ, ഒരു ചെറിയ ആപ്പിൾ തന്നെ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ കാട്ടിലെ കുഞ്ഞ് ആപ്പിളാണ്. അപ്പോൾ ഇവിടെ എവിടെ ഒരു ആപ്പിൾ മരം ഉണ്ട്. നമുക്കിനി അതിനെ കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് ആപ്പിൾ പറിക്കാം. ഇത് കാടായതുകൊണ്ട് ഇവിടെ വലിയ സീനൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറിക്കാം. ഓ കണ്ട ഇത് താഴെ കിടക്കുന്നുണ്ട് ആപ്പിൾ. ഇത് കിടക്കുന്നുണ്ട് ആപ്പിൾ. ഇത് ശരിക്കും ആപ്പിൾ തന്നെയാണ്. കണ്ട. അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് നോക്കട്ടെ. നമുക്ക് ഈ മരത്തിനെ കണ്ടുപിടിച്ച് നമുക്ക് ആപ്പിളും കൂടെ പറിക്കാം. ഓ, മേളിലൊരു പ്രാവൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി കാടാണ്. ഓ കണ്ട ആപ്പിൾ കിടക്കുന്നുണ്ടോ? ദേ കിടക്കുന്നു. അതുപോലെ ദേ കിടക്കുന്നുണ്ട്. അടിപൊളി ആപ്പിൾ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് മിക്കവാറും ഇവിടെ നല്ല ഫ്രഷ് ആപ്പിൾ പറിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അണ്ണ കണ്ടുപിടിച്ചാ? ഓ മൈ ഗോഡ്, കണ്ടുപിടിച്ചു ഞങ്ങളങ്ങനെ ഗൈസ്. അതെ ഗൈസ്, അത് തന്നെ ഈ പ്രായത്തിലുള്ള ആപ്പിൾ കട്ട് ചെയ്ത് അച്ചാർ. കണ്ടോ, ഇത് ആപ്പിൾ മരമാണ് ഗൈസ്. കണ്ടോ, ഇതൊരു കുഞ്ഞു മരമാണ്. അത് ഇഷ്ടംപോലെ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളങ്ങനെ കണ്ടുപിടിച്ച് കണ്ടോ. അതിന് മേളിൽ കിടക്കുന്നതൊക്കെ ആപ്പിളുകളാണ്. അത് മൂത്തിട്ടില്ല, പച്ചക്കളറിൽ തന്നെ കിടക്കുവാണ്. ഞാൻ നിങ്ങളൊരെണ്ണം കാണിച്ചു തരാം. കണ്ടു കിടക്കുന്നുണ്ടോ മേളിൽ? അത് ആപ്പിളാണ്. പക്ഷേ ഇത് നമുക്ക് അച്ചാറൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ആപ്പിളാണ്. പച്ചയ്ക്ക് പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി അച്ചാറിടാം. നമുക്ക് അടുത്ത മെച്ചിരിപ്പുറത്തോട്ട് പോയാലോ? അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോകുന്നു ഗൈസ്. നമ്മളിങ്ങനെ ആപ്പിൾ മരം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ദേ കിടക്കുന്നതാണ് ആപ്പിൾ. കണ്ടോ, നിങ്ങൾ കണ്ടോ? ഈ കാട്ടിൽ ആപ്പിൾ കിടക്കുന്നതുണ്ടോ? പൂ പറിക്കാൻ പോയിട്ട് നമുക്ക് അങ്ങനെ ആപ്പിൾ കാണാൻ പറ്റി. കണ്ടോ, നമ്മളിപ്പോൾ പറിക്കുന്നില്ല, നമ്മൾ പതുക്കെ വന്ന് പറിക്കാം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമ്മളവനെ ഇന്നത്തേക്ക് വെറുതെ ഇട്ടിരിക്കുക. നല്ലൊരു ദിവസമായിട്ട് നശിപ്പിക്കുന്നില്ല.
അപ്പോൾ അതൊക്കെ ഒരു തോട്ടിയും പൈപ്പൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ പറിക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ബാക്കിലെ കുഞ്ഞു കാട്ടിൽ നമ്മളങ്ങനെ ആപ്പിൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, ഇതൊരു ചെറിയ കട, നമുക്കൊരു തോട്ടിയൊക്കെ വേണം. കണ്ട കിടക്കുന്നുണ്ട്. ഇതാണ് ആപ്പിൾ മരം കണ്ടുപിടിച്ചപ്പോൾ. അപ്പം സംഭവം സെറ്റായി. അപ്പം നമ്മൾ നേരെ പോവാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഓണപ്പൂ കൂടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെ കുറച്ച് വെറൈറ്റി വൈറ്റ് പൂവും നമ്മുടെ ഓണപ്പൂവും കുറച്ച് ഇലകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുള്ളുണ്ടോ? അപ്പം അത്യാവശ്യം ഈ സാധനങ്ങളൊക്കെ വെച്ച് നമുക്കിന്ന് ഇടണം. അപ്പം നമ്മുടെ ബിബിൾ ബ്രോ ആ വൈറ്റ് സാധനം പറിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കളറുകൾ വേണമല്ലോ ഒരുപാട്. നമുക്ക് ലാസ്റ്റ് ക്ലീൻ ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളും ഇവിടം വരെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കാട്ടിൽ പോയി പറിച്ച് കുറച്ച് ഇലകളും പൂക്കളൊക്കെ ആയിട്ട് ബിബിൾ ബ്രോ അടുത്ത സെക്കൻഡ് റൗണ്ട് സംഭവം സെറ്റാക്കാൻ പോവാണ്. അതാ കമ്പോട് വീടുകളും തന്നെ വെച്ച് ബിബിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു കത്രി എടുത്തിട്ടേ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇത്രയും പൂക്കളാണ് നമുക്ക് പുറത്ത് പറമ്പിൽ നിന്ന് കിട്ടിയ. മഞ്ഞയുണ്ട്, പച്ചയുണ്ട്, കണ്ട ഇലയുണ്ട്, കുറച്ച് പൂക്കളുണ്ട്, വെള്ളപ്പൂണ്ട്, ഓണപ്പൂണ്ട്. അതിനകത്ത് കണ്ടോ ഇത് കണ്ടോ. അപ്പൊ ഇത്ര സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിമനോഹരമായ അത്തപ്പൂക്കള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ വന്ന ഈ പുള്ളിക്കാരി ഇപ്പൊ വന്നല്ലേ എന്നിട്ട് രൈസായിട്ടാണ് നിൽക്കാൻ. പക്ഷെ ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞ പുള്ളിക്കാരി ഒറ്റയ്ക്ക് ഇട്ടതല്ല. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ വന്ന് ഞങ്ങളെ സഹായിക്കാൻ മോന്ന് കാണിച്ച് ചിരിച്ച്. അതെ, അത് കറിവേപ്പില. എടി, ഈ UK വന്നിട്ട് ഇത്രയും വിലയുള്ള സാധനത്തിനെ കുറിച്ച് സംസാരിക്കാൻ തോന്നിയത്. നമ്മളങ്ങനെ കാട്ടിലും മേട്ടിലൊക്കെ പോയി പറിച്ച പൂക്കളെല്ലാം കൊണ്ട് നമ്മളിവിടെ അത്തയിട്ടുണ്ടിരിക്കുകയാണ് ഗൈസ്. അതിമനോഹരമായ അത്തമാണ് ഇവിടെ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. വേറെ പൂവുണ്ടോ? അതേസമയം തന്നെ അടുക്കളയിൽ ശൈലിയമ്മച്ചിയുടെ നേതൃത്വത്തിലുള്ള അടപ്രഥമൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അടപ്രഥമൻ്റെ പാല് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേങ്ങാപ്പാല് പിഴിഞ്ഞ് ശൈലി. ഞാനാണ് തേങ്ങയൊക്കെ ചിരണ്ടി കൊടുത്തത്. ഞാൻ ചിരണ്ടാൻ പോയപ്പോഴത്തേക്ക് ഞാനിവിടുത്തെ ഡ്രൈവറായിരുന്നു. അപ്പം അടയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അട വേവിച്ച് വെച്ചിട്ടുണ്ട്. ചോറ് പോലെ ഇരിക്കണില്ല, അട തന്നെയായിട്ടോ. പിന്നെ അത് നമ്മൾ ശർക്കര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഷേർലി സ്പെഷ്യലായിട്ട് അടപ്രഥമനാണെന്ന് പൊരിക്കും നമ്മൾ. അപ്പോൾ അവിടെ ഒരു സൈഡിൽ പാല് പിഴിയുന്നു, അടുത്തടുത്ത് പൂ പിഴിയുന്നല്ല പൂ ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം ഫിനിഷ് ആയിരിക്കുകയാണ്. നമ്മുടെ മംഗന്മാരെല്ലാം റെഡിയാകാൻ പോയിരിക്കുകയാണ്. അടുക്കളയിൽ ഷേർലിയമ്മച്ചി ബിബിൾ ബ്രോയുടെ പായസം അടപ്രഥമൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടപ്രഥമൻ പ്രോസസ്സിംഗ് ആണ്. വന്ന് കണ്ടാ പറയതേ ഇല്ല. അമ്മ ബ്രൂട്ടീഷ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിക്കുകയാണ്. ഷേലി അമ്മേനെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല. പിന്നെ ഒന്ന് ഓടുന്നു അമ്മ സുന്ദരിയായി. ഇനി ഞങ്ങളിപ്പോ എന്നെടുക്കാനാണ് നമ്മുടെ അനുവൊക്കെ പൊളിയായിട്ട് നിൽക്കുകയാണ്. ജെയ്സൺ ബ്രോ ഉണ്ട്, ക്യാപ്റ്റൻ ജെയ്സൺ ബ്രോ ആൻഡ് ഫാമിലി. ഇല്ല, എവിടെ ജയിപ്പിക്കുന്നത് നമ്മുടെ ഓണത്തിന്റെ ഞാൻ വന്നപ്പോ തന്നെ ജയിപ്പിച്ച്.
ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ തിരുവാവണിരാവ് മലയാള ചുണ്ടിൽ. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ആണുങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ആദ്യം ഗേൾസിന് നമ്മൾ ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവരെല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് വിളമ്പിത്തരുവാണ്. അങ്ങനെ അടിപൊളി സദ്യയായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സദ്യ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിവിധ കലാപരിപാടികളുണ്ട്. ഞങ്ങൾ റീൽസ് എടുക്കണം, അതുപോലെ ഡാൻസ് ഉണ്ട്, പരിപാടികളുണ്ട്. ആ പരിപാടികളെല്ലാം ഇതിൻ്റെ പുറകിലുള്ള വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ. അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. പെൺമണിമാരുടെ കരിമഴി കണ്ടാൽ ചങ്കിനകത്തൊരു ചമ്പടമേളം ഉള്ളു തുടിക്കും തരികിട താളം. സുന്ദരിമാരുടെ കലമൊഴി കേട്ടാൽ കരളിനകത്തൊരു തരിവള താളം. ഒത്തിരി മോഹത്തെളി നീരാട്ടം പഞ്ചവാദ്യം നെഞ്ചിലൊഞ്ചി തഞ്ചി കൊഞ്ചിക്കൂടും. എൻജോയ് ബസ് കുത്തല്ലാരും മൊത്തം മേളി കുത്ത് മിന്നൽ അമ്മ ഞാൻ മതിയ പഠിക്കണ്ട. മേലെ മേലെ വേർപ്പ്